മലപ്പുറം വളാഞ്ചേരി ഭർതൃവീട്ടിൽ ദുരൂഹ സാഹചര്യത്തിൽ മരണപ്പെട്ട പാലക്കാട് വിളയൂർ സ്വദേശി റംഷീനയുടെ വീട് വിമൻ ജസ്റ്റിസ് ജില്ലാ നേതാക്കൾ സന്ദർശിച്ചു. വിവാഹ സമയത്ത് നൽകിയ സ്ത്രീധനം പോരാത്തതിനെ ചൊല്ലി നിരന്തരം മാനസികമായി പീഡിപ്പിച്ചിരുന്ന സ്കൂൾ അധ്യാപകനായ ഭർത്താവിന്റെ മറ്റൊരു സ്ത്രീയുമായുള്ള ബന്ധം ചോദ്യം ചെയ്യപ്പെട്ടതാണ് റംഷീനയുടെ മരണത്തിൽ കലാശിച്ചതെന്ന് പെൺകുട്ടിയുടെ മാതാപിതാക്കൾ പറയുന്നു. മകൾ ഒരിക്കലും ആത്മഹത്യ ചെയ്യില്ലെന്നും പോലീസ് ഊർജിത അന്വേഷണം നടത്തി കാരണം പുറത്തു കൊണ്ടുവരണമെന്നാണ് കുടുംബത്തിന്റെ ആവശ്യം. 2 കുട്ടികളുടെ മാതാവായ റംഷീന ജനുവരി 25-നാണ് ഭർതൃഗൃഹത്തിൽ ആത്മഹത്യ ചെയ്ത നിലയിൽ കാണപ്പെട്ടത്. SP, DGP, മുഖ്യമന്ത്രി, വനിതാ കമ്മീഷൻ, മനുഷ്യാവകാശ കമ്മീഷൻ എന്നിവർക്ക് കുടുംബം പരാതി നൽകിയിട്ടുണ്ട്. പോലീസിന്റെ ഭാഗത്തു നിന്നും കൃത്യമായ അന്വേഷണം നടത്തി സത്യാവസ്ഥ പുറത്തു കൊണ്ടുവരണം. അല്ലാത്തപക്ഷം ശക്തമായ സമര നിയമ പോരാട്ടത്തിന് വിമൻ ജസ്റ്റിസിന്റെ എല്ലാ പിന്തുണയും നൽകുമെന്ന് അറിയിച്ചു. പാലക്കാട് ജില്ലാ പ്രസിഡന്റ് ഷക്കീല, മലപ്പുറം ജില്ലാ പ്രസിഡന്റ് റജീന, പട്ടാമ്പി മണ്ഡലം അസിസ്റ്റന്റ് കൺവീനർ നുസ്രത്ത്, വിളയൂർ പഞ്ചായത്ത് അസിസ്റ്റന്റ് കൺവീനർമാരായ തസ്നി, റസിയ സലാം എന്നിവരാണ് സന്ദർശിച്ചത്. +2 ഡിഗ്രി കഴിഞ്ഞവർക്ക് വേൾഡ്സ് ഫസ്റ്റ് AR/VR ക്ലാസ് റൂമിലൂടെ സ്മാർട്ട് ഫോൺ എഞ്ചിനീയർ ആവാം. കൂടുതൽ അറിയാൻ വിളിക്കൂ ബ്രിഡ്കോ ആൻഡ് ബ്രിഡ്കോ. ഇതാണ് എൻ്റെ മോള് റംഷീന. മരണത്തിന് കാരണക്കാരനായ ആളാണ് ഫൈസൽ അടുത്തുള്ളത്. ഇവനാണ് കുട്ടിനെ മർദ്ദിക്കും വെറും ചെയ്യുകയൊക്കെ ചെയ്തിരുന്നത്. ഇവൻ്റെ മർദ്ദനത്തിൽ എന്തെങ്കിലും പറ്റുമോ എന്താന്നുള്ളത് അറിയില്ല. നല്ല അടിച്ചിട്ടുണ്ടെന്നാണ് പറയുന്നത്. തലേ ദിവസം കുട്ടിക്ക് നല്ല അടി കിട്ടിയിട്ടുണ്ട് എന്ന്. ഇത്രയും പ്രശ്നങ്ങൾ വീട്ടിലുണ്ടാവുമ്പോൾ ഉമ്മയാണ് അത് കൈകാര്യം ചെയ്യുക. കാരണം എന്താണെന്ന് വെച്ചാൽ മക്കളെയൊക്കെ വല്ല അബദ്ധങ്ങളും പറ്റിയിട്ടുണ്ടെങ്കിലും പറഞ്ഞ് മനസ്സിലാക്കുക. അതല്ലാന്നുണ്ടെങ്കിൽ ആ വിവരം അവർക്ക് വേണ്ടപ്പെട്ട ആൾക്കാർക്ക് വിളിച്ചിട്ട് ആളെ വിളിക്കണ ഒരു ഇതുണ്ട്. ഈ ഉമ്മ കൊണ്ടിയില്ല. മരണം കഴിഞ്ഞ് ഞങ്ങളൊരു പ്രാവശ്യം ആദ്യത്തെ കോള് വന്നു. ആ കോള് വന്നതിന് ശേഷം ഞങ്ങൾ തിരിച്ച് വിളിച്ചപ്പോൾ ഈ കുട്ടിയുടെ ഫോണിലേക്ക് ഞങ്ങൾ വിളിക്കണത്. കുട്ടി മരിച്ചെടുക്കാൻ ഞങ്ങൾ അറിഞ്ഞിട്ടില്ല. അപ്പോൾ ഈ കുട്ടിയുടെ ഫോണിലേക്ക് തിരിച്ച് വിളിച്ചപ്പോൾ ഈ ഉമ്മയാണ് ഫോൺ എടുത്തത്. അപ്പോൾ ഫോൺ അവർ കൈക്കലാക്കിക്കണം. പിന്നെ കുട്ടികൾക്ക് വീട്ടിലേക്ക് വിളിക്കാൻ സമ്മതിക്കൂല, വീട്ടിൽ വന്ന് നിൽക്കാൻ അവർ സമ്മതിക്കൂല. അങ്ങനെ പല രീതിയിലും അവർ പല ഉപദ്രവങ്ങളും അവർ ചെയ്തിട്ടുണ്ട്. അപ്പം അതുകൊണ്ട് ഇതിന് നടപടി ചെങ്കൽ എടുത്തിട്ട് എൻ്റെ കുട്ടിക്ക് നീതി കിട്ടണം. 21 ലക്ഷത്തോളം സന്തുഷ്ടരായ ഉപഭോക്താക്കളും 2 ലക്ഷത്തോളം തിമിര ശസ്ത്രക്രിയകളും പൂർത്തിയാക്കിയ മലബാറിലെ ഏക കണ്ണാശുപത്രി അൽ സലാമ ഐ ഹോസ്പിറ്റൽ റോഡ്, പെരിന്തൽമണ്ണ.